കേരള സിറ്റിസൺസ് 21-ന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഇല്ലാണ്ടാകും കേട്ടോ. ഇവരെല്ലാം കൊടുത്തിട്ട് കണ്ണടയിലുണ്ട് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് എസ് ഡി പി ഐൻ്റെ ഡയലോഗ് നോക്കാം. എസ് ഡി പി ഐ വരും, ഭരണം മാറും. അപ്പോൾ എസ് ഡി പി ഐ ആദ്യം പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടായിന്. ആരാ ഉണ്ടായിന് മാട്ടൂർ പഞ്ചായത്തിൽ? ഒന്ന് അനസ് കെ കെ. ഇന്ത്യൻ സിറ്റിസൺ ആദ്യം നല്ലോണം സ്നേഹിച്ചിരുന്നതാണ്. കാരണം ഒരു മാറ്റത്തിൻ്റെ ഒരു അലവൊളി എന്തെല്ലാം പറയുക, ആ ഇത് കാണിച്ചത് ഈ സാറ് തന്നെയാണ്. പിന്നെ ഈ സാറ് തന്നെ ഇന്ത്യൻ സിറ്റിസനെ വന്നിട്ട് ഇപ്പോൾ കടയിൽ വന്നിട്ട് പേടിപ്പിച്ച് ഒരു കൊടിയും എനിക്ക് താക്കാൻ കഴിയില്ല, എസ് ഡി പി എനിക്കറിയില്ല, പി ഡി പി എനിക്കറിയില്ല എന്നെല്ലാം പറഞ്ഞല്ലോ പറഞ്ഞിട്ട് പോകുന്നതിന് കണ്ണെല്ലാം വെച്ചിട്ട് കാണാൻ തന്നെ ഒരു ലുക്ക് പേടിപ്പിക്കുന്ന രൂപമാണ്. അനസാറ് നേരിട്ട് കണ്ടോ? കാണാമെന്ന് തന്നെ ഒരു ഫേസിൽ സൈക്കോളജിക്കൽ പറയുകയാണെങ്കിൽ നോട്ട് ഗുഡ് ഗായ്. ഇനി സെമീന യു മാട്ടൂർ പഞ്ചായത്തിൽ ധനകാര്യം കൈകാര്യം ചെയ്തതാണ്. ഇനി ഇസ്മിറൊക്കെ അവരും ധനകാര്യം കൈകാര്യം ചെയ്തതാണ്. ഇതിലാകെ ഉള്ളത് പുതിയത് വന്നിരിക്കുന്നത് റഷീദ എ സി ആണ്. പക്ഷെ കെയും യു എൽ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് തൊട്ടിപ്പുറം വരാം, ഈടിയും കാണുന്നുണ്ട് സൈനബ കെ. അപ്പം മറ്റേ കെന്ന് വന്നതാണോ? ഇവിടെ ഒരു കെ ഉണ്ട്, ഇസ്മിർ അഖേൻ്റെ അതേ ടീമാണോ സൈനബ കെ? പിന്നെ 2 ടീക്കാറുണ്ട്, ഒന്ന് കുഞ്ഞാമിനി, ഒന്ന് സൈനബയോ. അപ്പോൾ അവരെല്ലാം കണ്ട. ഇനി തായിലുള്ള ആണുങ്ങളെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവർ എസ് ഡി പി ഐ ശരിക്കും ഹിന്ദുക്കളെ കൊല ചെയ്ത ആൾക്കാരാണ്. കാരണം മുസ്ലിമിനെ കൊല്ലുമ്പോൾ ഹിന്ദുവിനെ കൊല്ലും, എല്ലാവരും കൊല്ലുന്നുണ്ട്. പക്ഷെ നമുക്ക് എസ് ഡി പി ഐനെ കൂടുതൽ പറയാം. കാരണം എസ് ഡി പി ഐ നാഷണൽ പോപ്പുലർ ഫ്രണ്ട് നിന്ന് എസ് ഡി പി ഐ ആയിട്ടെല്ലാം വന്നതാണ്. എല്ലാ രാഷ്ട്രീയം ഇവിടെ നിരോധിക്കും ചങ്ങായി, പറയാനൊരു പേടിയില്ല. അപ്പോൾ ഇതിൽ വന്നത് ഒരു ഉമേഷ് എ ആണ്. ഉമേഷ് എ അതർ കാറ്റഗറി ഇതിൽ വന്നുകൊണ്ട് ആ സാറിനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് കൊണ്ടാന്നിട്ട് കയറ്റി. കാരണം ഇപ്പോൾ ഈക്വാലിറ്റി അല്ലേ, പകുതി പെണ്ണുങ്ങളും പകുതി ആണുങ്ങളും, സംഭരണം എന്തോ മലയാളം. അപ്പോൾ പറയാനുള്ളത്, ഇതിൽ കാണുന്ന എല്ലാം ലേബേഴ്സാണെന്ന് ചോദിച്ചാൽ എല്ലാം ലേബേഴ്സ് ഒന്നുമല്ല, ചിലത് മുതലാളിമാരല്ലാന്ന്. അപ്പോൾ മുതലാളിയായ മുതലാളി നാടിൽ കറങ്ങി നടക്കുമ്പോൾ ഇങ്ങനെ തീരുമാനിക്കണം എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഒരാളെ പേരെടുത്തിട്ട് പറയാൻ കഴിയില്ല. കാരണം മാട്ടൂൽ അപ്പുറം ഇപ്പുറം ബന്ധങ്ങളാണ്. കാരണം ബാല്യകാല സുഹൃത്തും ഇപ്പോഴത്തെ സുഹൃത്തുക്കളിൽ ഇതിലുണ്ട്. അതുകൊണ്ട് പറയാനുള്ള ഒരു വാക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. പ്രസ് നോട്ട് ഓർ അപ് ടു യു, അവർ ലാൻഡ് അവർ വേൾഡ്. നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും. ഇങ്ങനൊരു ചാനൽ മാട്ടൂലിൻ്റെ മണ്ണിൽ നിന്ന് മാത്രമേ കാണൂ. മാട്ടൂലിൻ്റെ മണ്ണിൽ നിന്ന് ഇന്ത്യൻ സിറ്റിസൺ signing back.